എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായിട്ടുള്ള പുട്ടും ബീഫ് കറിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വൈറ്റ് പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ബോയിൽഡ് റൈസിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെക്കണം. അപ്പോഴാണ് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഉപ്പിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. പുട്ട് എക്സ്ട്രാ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറും എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പോളം വെള്ളം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് നനഞ്ഞ് ഇരിക്കണം. അതിനുശേഷം കുറച്ചധികം നേരം ഇത് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുന്നത്. അല്ലാതെ ഇങ്ങനത്തെ പുട്ടുപൊടി നമ്മൾ ഉടനെ തന്നെ നനച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് കല്ല് പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് ഒതുക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കൈവച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ആവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നനച്ചെടുക്കുക, ഒട്ടും തന്നെ കട്ടകളില്ലാതെ. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തന്നെ ചില്ലി ഇടാൻ മറക്കരുത്. ചില്ലിട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏറ്റവും അടിയിലത്തെ ലെയർ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആവിയൊക്കെ മുകളിലിട്ട് കയറി വരുന്നത്. അപ്പോൾ ഇടവിട്ട് തേങ്ങയും അതുപോലെ തന്നെ പുട്ടുപൊടിയും കൂടി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുത്തി നിറയ്ക്കരുത്, സോഫ്റ്റായിട്ട് ഒന്നിന് മുകളിലൊന്നായിട്ട് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി ഇത് ആവി കയറ്റിയെടുക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവി വന്നു കഴിഞ്ഞാൽ പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇത് ആവി കയറി വരാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിന് കൂടെ കഴിക്കാനായിട്ടുള്ള ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 2 സവാള നീളത്തിലരിഞ്ഞത്. നമ്മൾ 1/2 കിലോ ബീഫിന് വേണ്ടിയിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ 2 സവാളയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കാം. നമ്മളിവിടെ കടുക് പൊട്ടിക്കാതെയാണ് എടുക്കുന്നത്. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി കഷ്ണം ചതച്ചത്, 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ടിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് 1/2 കിലോ ബീഫ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ ആ ബീഫ് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കറിയാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പുട്ടിനൊക്കെ ആയതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുകൊക്കെ പൊട്ടിച്ച് ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി അവസാനം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും ഈ ബീഫ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്